കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024. ഇന്ന് 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഹിന്ദി ആയിരുന്നു അല്ലേ എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നല്ലതുപോലെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ഒരിക്കൽ കൂടി നോക്കിയാലോ? ആൻസേഴ്സ് ഒക്കെ അറിയണ്ടേ? അറിയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരുന്നത് ഗതിവിധി 1 പ്രവർത്തനം 1 വന്നിരുന്നത് കട്ട് പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ഇവിടെ ചെറിയൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതെന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഇതിൽ നിന്നും കണ്ടെത്തി എഴുതണം. ഏക് ബന്ദർ പേട് പർ ബൈഠാ താ. ബന്ദർ എന്ന് പറഞ്ഞാൽ കുരങ്ങൻ. ഒരു കുരങ്ങൻ മരത്തിൽ ഇരുന്നു. ഉസ്കി പൂഞ്ച് ബഹുത്ത് ലംബി തീ. പൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? വാൽ. അവന്റെ വാൽ എന്താ? ബഹുത് ലംബി തീ, വളരെ നീളമുള്ളതായിരുന്നു. പേട് കെ നീച്ചെ, മരത്തിന്റെ അടിയിൽ താഴെ, ഏ ഗിൽഹരി തീ, ഒരു അണ്ണാൻ ഉണ്ടായിരുന്നു. ഗിൽഹരി അണ്ണാൻ ഉണ്ടായിരുന്നു. വഹ് ബന്ദർ കി പൂഞ്ച് കോ ചൂല സമജ്കർ ചൂൽനെ ലഗി. അതെന്ത് ചെയ്തു? ഈ കുരങ്ങന്റെ വാൽ, ചൂല എന്ന് പറഞ്ഞാൽ എന്താ? ഊഞ്ഞാൽ. ഊഞ്ഞാലാണെന്ന് കണക്കാക്കി എന്ത് ചെയ്യാൻ തുടങ്ങി? ആടാൻ തുടങ്ങി. ബന്ദർക്കോ ഗുദ്ഗുദി ഹുയി. ഗുദ്ഗുദി ഹുയി എന്ന് പറഞ്ഞാൽ ഇക്കിളിയായി. കുരങ്ങന് ഇക്കിളിയായി. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പാരഗ്രാഫ്. ഇതിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേട് പർ കോൻ ബൈഠാ താ. മരത്തിൽ ഇരുന്നത് ആര്? ആരാ? ബന്ദർ, ചിടിയ, ബാഗ്, ഗിൽഹരി. ആരാ? ബന്ദർ. ആരാണ്? ബന്ദർ അല്ലേ, കുരങ്ങനായിരുന്നു. ബന്ദർ കി പൂഞ്ച് കൈസി തീ. ബന്ദറിന്റെ വാൽ എങ്ങനെയുള്ളതായിരുന്നു? ചോട്ടി, മോട്ടി, ലംബി, പതലി. എങ്ങനെയുള്ളതായിരുന്നു? ലംബി, നീളമുള്ളതായിരുന്നു അല്ലേ. ഗിൽഹരി കഹാം തീ. ഗിൽഹരി എവിടെയായിരുന്നു? പേട് പർ, പേട് കെ ആകെ, പേട് കെ നീച്ചെ, പേട് കെ പീച്ചെ. എവിടെയായിരുന്നു? പേട് കെ നീച്ചെ. സഹി പ്രസ്താവ് ചുൻകർ ലിഖേം. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി? ഗിൽഹരിനെ പൂഞ്ച് കോ ലതാ സമച്ചി. അണ്ണാൻ വാല് ഈ ചെടിയുടെ വള്ളിയിലെ, ലത എന്ന് പറഞ്ഞാൽ വള്ളി, വള്ളിയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഗിൽഹരിനെ പൂഞ്ച് കോ ചൂല സമച്ച. അണ്ണാൻ കുരങ്ങന്റെ വാല് ഊഞ്ഞാലായിട്ട് തെറ്റിദ്ധരിച്ചു. ഗിൽഹരിനെ പൂഞ്ച് കോ രസി സമച്ചി. അണ്ണാൻ വാൽ എന്തായിട്ട് കരുതി? കയറാണെന്ന് കണക്കാക്കി, കയറാണെന്ന് തെറ്റിദ്ധരിച്ചു, അങ്ങനെ കരുതി. ഗിൽഹരിനെ പൂഞ്ച് കോ സാംപ് സമച്ച. ഗിൽഹരി ആ വാല് കണ്ടിട്ട് പാമ്പാണെന്ന് കരുതി. ഇതിലേതാ ശരി? ചൂല അല്ലേ, ഊഞ്ഞാലാണെന്ന് തെറ്റിദ്ധരിച്ചല്ലേ, ഊഞ്ഞാലാണ്. കിസ്കോ ഗുദ്ഗുദി ഹുയി. ഇവിടെ എല്ലാവർക്കും ചെറിയൊരു സംശയം വരും. ബന്ദറാണോ ഗിൽഹരിയാണോ? കിസ്കോ. കിസ്കോ എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ്. കിസ്കോ ആരാണ്? ഗുദ്ഗുദി ഹുയി, ആരാണ് ഇക്കിളിപ്പെടുത്തിയത്? കിസ്കോ ഗുദ്ഗുദി ഹുയി, ആരാണ് ഇക്കിളിപ്പെടുത്തിയത്? ആരാ ഇക്കിളിപ്പെടുത്തിയേ? ബന്ദർ എന്ന് ഒത്തിരി പേര് എഴുതിയെന്ന് പറഞ്ഞിരുന്നു. ബന്ദറാണോ? അല്ല, പിന്നെ ആരാ? ഗിൽഹരി. ആരാ? ഗിൽഹരി. ആരാണ് ഇക്കിളിപ്പെടുത്തിയത്? ഗിൽഹരിയാണ്, അണ്ണാനാണ് ഇക്കിളിപ്പെടുത്തിയതല്ലേ. ഓക്കെ, തെറ്റിപ്പേർ വിഷമിക്കണ്ട കേട്ടോ.
അടുത്ത ചോദ്യം എന്തായിരുന്നു? അടുത്തെന്തായിരുന്നു? ഗതിവിധി 2 എന്തായിരുന്നു? बादल दानी कविता का यह अंश पढ़े और प्रश्नों के उत्तर लिखे. ഇവിടെ എന്ത് നൽകിയിട്ടുണ്ട്? ഒരു കവിത നൽകിയിട്ടുണ്ട്, അതിൻ്റെ ചോദ്യങ്ങൾ താഴെയുണ്ട്. അതിനെന്ത് ചെയ്യണം? ശരിയായ ഉത്തരം കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു. പ്യാസി ചിടിയ പ്യാസി ഗയ്യ ഖാലി ഹേ സബ് താൽ തലയ്യ സൂഖേ ഘാട്ട് പടി ഹേ നയ്യ ഹുയി മച്ചിലിയോ കോ ഹൈരാനി. പ്യാസി ചിടിയ പ്യാസി ഗയ്യ എന്ന് എന്താ? ദാഹിക്കുന്ന പക്ഷിയും പശുവും. ഇവിടെ ഖാലി ഹേ സബ് താൽ തലയ, കുളങ്ങളെല്ലാം ശൂന്യമായെന്നിവിടെ പറയുകയാണല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഘാട്ട് പർ ക്യാ പടി ഹേ, പാനി ജീവൻ കാ ആദർ ഹേ, ജലം ജീവന്റെ അടിസ്ഥാനം. അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഗതിവിധി, രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ഹിന്ദുസ്ഥാൻ ഹമാരാ ലേഖ് കാ യഹ് അംശ് പഠേം और प्रश्नों के उत्तर लिखें. ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്താ നൽകിയിട്ടില്ലേ? ചെറിയൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട് അല്ലേ? ഖനി പേടോം സേ സജേ पर्वत खिलखिलाकर बहती नदियां काली खड़ा से अपने बालों को खोलकर चूमती बारिश हरा खाखरा पहनकर नाचते लहलहाते खेत सब भारत की अपनी विशेषतायाम है. ഓക്കെ, നമ്മുടെ ഭാരതത്തിൻ്റെ വിശേഷതകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഭാരതദേശത്തിൻ്റെ വിശേഷതകൾ എഴുതണമായിരുന്നു. രണ്ടാമത് യോജിപ്പിക്കണമായിരുന്നു. നദിയോം ഖിൽഖിലാക്കർ ബഹ്തീം ഹേ, അതുപോലെ പരസ്പരം യോജിപ്പിക്കാനുള്ളതായിരുന്നു. ഖിൽഖിലാഹർ ബഹ്തി ഹേ എന്ന് പറഞ്ഞാൽ എന്താ? ഒഴുകുന്നു, സന്തോഷത്തോടെ ഒഴുകുന്നു എന്നായിരുന്നു. ഇവിടെയാണെങ്കിലോ ബാലോം കോ കോൽക്കർ ചൂംതി ഹേ എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുന്നു അല്ലേ? നൃത്തം ചെയ്യുന്നു. ഹരാ ഖാഖര പഹൻകർ ചാച്താ ഹേ, എന്ത് ചെയ്യുന്നു? പച്ച ധരിച്ച് നൃത്തം ചെയ്യുന്നത് പോലെയാണ്. ഖനേം പേടോം സേ സജേഹേം, ഇടതൂർന്ന മരങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇവിടെ നൽകിയിട്ടുള്ളത് തന്നെയാണ്. ഇത് ഖേത്താണോ പർവ്വതാണോ ബാരിഷാണോ നദിയാമാണോ എന്താണെന്ന് കണ്ടുപിടിച്ച് എഴുതാനുള്ളതായിരുന്നു ഗതിവിധി 3. ഗതിവിധി 4 എന്ന് പറയുന്നത് എന്താ? ജഗ്മഗ് താര കവിത കി ഏം പങ്ക്തിയാം പഠേം और प्रश्नों के उत्तर लिखें. ഇവിടെ വദൻ എന്നതിന് സമാനം അർത്ഥം വരുന്ന ഒരു വാക്ക് കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹമാര താര പോലെ വരുന്ന വാക്കുകൾ, ഹമാര താര, ഹമാര രഖ്വാര, ഹമാര സംവാര, ഇതുപോലെ എഴുതാൻ. ബലിദാനോം നെ ഹമാരെ ദേശ് കാ സംരക്ഷൺ കിയാ ഹേ, അതിന് എന്താണ്? ഒരു ആശയവാലി പങ്ക്തിയാം കവിത സേ ചുൻകർ ലിഖേം എന്നുള്ളതായിരുന്നു നാലാമത്തെ ക്വസ്റ്റ്യൻ. ചിത്ര പഹ്ചാനേം और प्रश्नों के उत्तर लिखें. അറിയാലോ, ഇതും ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗതിവിധി 6 പസിൽ വർക്കായിരുന്നു. ഇതെല്ലാവർക്കും അറിയാലോ. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ എന്താ? മേണ്ഡക്. ഇത് ദായി ഓർ എന്ന് പറഞ്ഞാൽ വലത്തോട്ട്, നീച്ചേക്ക് ഓർ എന്ന് പറഞ്ഞാൽ താഴോട്ടായിരുന്നു. അതിൽ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ മേണ്ഡക്കായിരുന്നു. അതുപോലെ ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ. ഫൂൽ എന്താണ്? പൂവ്. ബാദൽ മേഘം. മോർ മയിൽ. ഇനി എന്ത് ചെയ്താൽ മതി? അത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട് കേട്ടോ. മോർ എന്ന് പറഞ്ഞാൽ മയിൽ. അപ്പോൾ 5 താഴോട്ട് മോർ, മോർ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം. അപ്പോൾ 2 വലത്തോട്ട്, 2 ബാദൽ. അടുത്ത് ഫൂൽ എന്ന് പറഞ്ഞാൽ പൂവ്. അപ്പോൾ 4 താഴോട്ട്, നീച്ചെ ഫൂൽ. അടുത്ത് മേണ്ഡക് തവള, 1 വലത്തോട്ട്, മേണ്ഡക്. അടുത്ത് ഹിരൺ എന്ന് പറഞ്ഞാൽ മാൻ, 3 വലത്തോട്ട്, ഹിരൺ. ഓക്കെ, അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻസ് ആയിരുന്നു 6ാം ക്ലാസ്സിലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ടീച്ചർ ക്ലാസ്സിൽ പറയുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്.
മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേസിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18 ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18 നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.